BBC ഡോക്യുമെൻ്റ് എടുക്കുന്ന കാലത്തെ മോഡി അല്ല ഇന്നത്തെ മോഡി. പിന്നെ ഇന്ദിരാഗാന്ധി വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ അജണ്ട വെച്ചിട്ടാണ് ഭരിച്ചത്. അവരുടെ മകൻ, അവരുടെ കുടുംബം, അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ തല്ലിപ്പൊളികൾ. ഇതങ്ങനെയല്ലോ. ഇതൊരു പ്രത്യയശാസ്ത്രപരമായ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ സാധനമുണ്ട്. അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കിങ് കൂടി ഉണ്ട് പുള്ളിക്ക്. അതേ സമയത്ത് ഇയാൾ ഒട്ടും കറപ്റ്റല്ല പേഴ്സണലി. അത് വേറൊരു അപകടമാണ്. ഒട്ടും കറപ്റ്റല്ലാതിരിക്കുന്ന ഒരു അപകടം വന്നപ്പോഴാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല ഇത്. ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇയാൾ മഹാത്മാഗാന്ധിയെ പോലെ പരിശുദ്ധനായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെടും. അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാളും വലിയ ആളായിട്ട്. അതേസമയത്ത് പുള്ളി OBC കാരനുമാണ്. എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പാവപ്പെട്ടവൻ, എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണരാണ്, ഞാൻ OBC ആയതുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത്. മനസ്സിലായി? ഇത് ഭയങ്കരമായ ഒരു എല്ലാ സാധനങ്ങളിലും ഒരു ഭീകരമായ കോമ്പിനേഷനാണ്. എതിർക്കാനും ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, BJP ശക്തമായി മോഡി വളരെ പവർഫുള്ളായി എന്നുള്ളതല്ല, അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമാണ്, കോൺഗ്രസിൻ്റെ ദയനീയാവസ്ഥയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ കോർപ്പറേറ്റുകളാണ് മുഴുവൻ, അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം. ഇത് നമ്മൾ പിടിക്കേണ്ടതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു, ചായ കുടിക്കാൻ ബിസ്ക്കറ്റ് കഴിയുക. നമ്മളിതിൻ്റെ ഫാസിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ മോഡിയെയും പിണറായി വിജയനെയും കൂടി താരതമ്യം ചെയ്താൽ ആരുടെ പ്രാസം താഴ്ന്നേക്കും? അതങ്ങനെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞു വെച്ചത്, പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്. അത്രയും സാധനം. മറ്റതങ്ങനെയല്ലല്ലോ, അൺലിമിറ്റഡ് പവറാണ്. അതിന് മാത്രമുള്ള പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്. മനസ്സിലായില്ലേ? ഒന്നുമല്ല. അതേപോലെ വല്ല കമ്പാരിസൺ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഈവൻ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 71 തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 72 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട, ഭാസ്കര എന്നൊക്കെ പറഞ്ഞ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു. ഭക്ഷ്യകാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി. ഇത്രയൊക്കെ സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി. അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ്, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷെ അന്നും ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പീലും മോഡി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, ജ്യോതിർമയി ബസു ഉണ്ടായിരുന്നു, CPMൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. പാർലമെൻറ്റിന് പുറത്ത് അതിനേക്കാൾ കേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ 8 പേജിൽ 8 കോളത്തിലും എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ത്യ പാർലമെൻറ്റിൽ മോഡി എതിർക്കുന്ന NK പ്രേമേന്ദ്രനാണ്, വേറെ ഒരാളില്ല. രാഹുൽ ഗാന്ധി പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ. പാർലമെൻറ്റിൽ പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക് ഇത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ പണച്ചാക്കുകളും നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. CPMലൊക്കെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് എല്ലാ ഇതിലുണ്ട്. മിഡിൽ ഏജായിട്ടുള്ള ലീഡേഴ്സുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളിലൊക്കെ ഉണ്ട്. നല്ല കഴിവുള്ള ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആൾ കൂടുതലാണെന്നുള്ള കുഴപ്പമുള്ളൂ. ഒരു സമയത്ത് BJPക്ക് കേന്ദ്രത്തിലുണ്ടായിരുന്ന പോലെ BJPയെ സംബന്ധിച്ചുള്ള സെക്കൻഡ് ലൈൻ, തേർഡ് ലൈനൊക്കെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ. അത് വാജ്പേയി, അദ്വാനി, ജോഷി കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഗോപിനാഥ് മുണ്ടെ ഉണ്ടായിരുന്നു, പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു, രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു,
അങ്ങനെ ഒരുപാട് എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ബ്രാഹ്മണാണെങ്കിൽ ബ്രാഹ്മൺ, രജപുട്ടാണെങ്കിൽ രജപുട്ട്, OBC ആണെങ്കിൽ OBC എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ നരേന്ദ്രമോദിയാണ് കയറി വന്നിട്ടുള്ളത്. അതാരും വിചാരിച്ചില്ല. ഈവൻ ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിട്ടിയത് പുള്ളിക്കാണ് എന്നുള്ളത്. അതുപോലെ CPM-ലും ഒരുപാട് ഇപ്പോൾ സെക്കൻഡ് ലൈനിൽ പിണറായി വിജയൻ കഴിഞ്ഞാലും ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റിയ എത്രയോ ആളുകളുണ്ട്. ബാലൻ ഉണ്ട്, ബീങ് മെമ്പർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അല്ലെങ്കിൽ ശൈലജ ടീച്ചറുണ്ട്, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഫോർ CM. അങ്ങനെ നല്ല ഇതുണ്ട്. അടുത്ത ജനറേഷനിലും ഒക്കെ ഉണ്ട്. ബാലഗോപാൽ വേണമെങ്കിലാവാം, രാജീവിനെ കൊണ്ടുവരാം, ഇല്ലേ? അതുകൊണ്ട് സെക്കൻഡ് ലൈൻ തേർഡ് ലൈനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ ഈ സീറ്റ് കിട്ടാതെ പോയ ആൾക്കാരിലൊക്കെ തന്നെയുണ്ട്. കോഴിക്കോട്ടെ പ്രദീപ് കുമാർ, നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ട്. കണ്ണൂർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയ ജെയിംസ് മാത്യു, ഒരുപാട് കഴിവുള്ള ആളുകളൊക്കെ CPM-ൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഈ യുവജന രംഗത്തു നിന്നൊക്കെ വന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ആരാവും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏകാധിപത്യത്തോടുള്ള എതിർപ്പാണ്, അല്ലാണ്ട് പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയോടല്ല. പുള്ളിയുടെ ഈ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ താങ്കളിൽ നിന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു ആന്റി CPM സെന്റിമെന്റ്സ് ആക്ച്വലി ഒരു ആന്റി പിണറായി സെന്റിമെന്റ്സ് ആണ് അല്ലേ? അല്ല, നമ്മൾ ടോട്ടാലിറ്റേറിയനിസത്തോടുള്ള ഈ ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാടിനുള്ള എതിർപ്പാണ്. പിണറായി വിജയൻ മാറിയാൽ ആ സ്വഭാവം മാറുമോ CPM-ന്റെ? ഈ നായനാർക്കോ അല്ലെങ്കിൽ അച്യുതാനന്ദനോ EMS-നൊന്നും ഈ രീതിയിലുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? EK നായനാരെ നമുക്ക് ആ രീതിയിൽ കാണാനേ പറ്റില്ല. പുള്ളി അങ്ങനെ എല്ലാം തികഞ്ഞ നേതാവ് എന്നുള്ള അർത്ഥത്തിലല്ല. പിണറായി അച്യുതാനന്ദനും കടുംപിടുത്തക്കാരനായിരുന്നെങ്കിലും ഇത്രയും ഒരു കാർക്കശ്യം അല്ലെങ്കിൽ ശാഠ്യം അതുണ്ടായിരുന്നില്ല. എല്ലാ അധികാരങ്ങളും ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിക്കും. ആ മോഡിയുടെ കാര്യത്തിലും അതിൻ്റെ തരൂർ പക്ഷെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തെ ഇന്റർവ്യൂ 2002 നടന്ന ഗോദ്ര കലാപം അതൊക്കെ മറക്കേണ്ട സമയമായില്ലേ, കാലം കുറെ മുന്നോട്ട് പോയില്ലേ എന്ന് പറഞ്ഞു. അതങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മറക്കാതെ ഓർത്ത് വെച്ചോണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ല വ്യത്യാസം ഉണ്ടിരി. എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ ഓർത്ത് വെച്ചോണ്ടിരിക്കാനുണ്ട് ഇല്ലേ? പുന്നപ്ര വയലാറ് ഓർക്കാനുണ്ട്, കയ്യൂർ സമരം ഓർക്കാനുണ്ട്. ഇതൊക്കെ ഓർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ സമയത്ത് അത്ര റെലവൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ സത്യത്തിൽ ഈ കലാപം ഉണ്ടായിരുന്നെങ്കിൽ മോഡി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടാവില്ലായിരുന്നു ഇല്ലേ? ബട്ട് ഫോർ അത് മാത്രമല്ല, ഇതിൽ യഥാർത്ഥത്തിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കലാപം കത്തിച്ച ആളുകൾ നരേന്ദ്രമോദി അൺസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹെവി വെയിറ്റ് ആയിരുന്നില്ല. പുള്ളിക്ക് ഗുജറാത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. പുള്ളിയൊരു മാസ് ലീഡറും ആയിരുന്നില്ല. അയാൾ ഒരു RSS പ്രചാരകൻ, ഇതിനു വേണ്ടി ഇങ്ങനെ സെൽഫ്ലെസ് ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റായിട്ടാണ് പുള്ളി അവിടെ ഇറക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ഏത് കാലത്തും BJP-യുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പട്ടേൽ കമ്മ്യൂണിറ്റിയാണ്. പട്ടേൽ കമ്മ്യൂണിറ്റി വാസ് ഡിസ്റ്റൻസ് ഫ്രോം ദ കോൺഗ്രസ് ആൻഡ് ഡ്രിവൻ ടുവേഡ്സ് BJP. അപ്പോൾ അത് വളരെ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്. കാരണം അവരുടെ പൈസ ഉണ്ട്, മിഡിൽ ക്ലാസ്സാണ് അത്. അപ്പോൾ അവർ കോൺഗ്രസ്സുകാർ ഏലിയനേറ്റ് ചെയ്തു, എസ്പെഷ്യലി മാധവ് സിംഗ് സോളാങ്കി. അപ്പോൾ ഇവർ റാലിയിങ് അറൗണ്ട് BJP. കേശുഭായ് പട്ടേലാണ് അവരുടെ നേതാവ്. കേശുഭായ് പട്ടേലിനെ മാറ്റും. അപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റി വളരെ അഗ്രീവ്ഡായി. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ യെദ്യൂരപ്പയെ മാറ്റുമ്പോൾ ലിംഗായത്തുകാരെ എതിരാവുന്ന പോലെ. ലിംഗായത്താണ് BJP-യുടെ മെയിൻ സ്റ്റേ. അതുപോലെയാണ് പട്ടേൽ കമ്മ്യൂണിറ്റി. അപ്പോൾ പട്ടേൽമാർ മുഴുവൻ എതിരായി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത്. പുള്ളിക്ക് അവിടെ യാതൊരു സപ്പോർട്ടും ഇല്ല, ജനം നായകനല്ല. ഇയാൾ വന്നതിൻ്റെ പുറകെയാണ് ഈ ഗോദ്ര തീവണ്ടി കത്തിക്കൽ. അത് കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു, കലാപം വന്നു. നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ്. പക്ഷേ പുള്ളി വിചാരിച്ചാലും നിൽക്കില്ല. കാരണം പോലീസുകാർ കേൾക്കില്ല, നേതാക്കന്മാർ കേൾക്കില്ല, മന്ത്രിസഭയിലെ മെമ്പർമാർ തന്നെ നടന്ന് കലാപം കത്തിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ആസൂത്രകൻ പ്രവീൺ ഭായ് തൊഗാഡിയ ആയിരുന്നു. തൊഗാഡിയ പട്ടേൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അയാൾ ആഗ്രഹിച്ചത് ഇവനെ അൺസീറ്റ് ചെയ്യാമെന്നാണ്. VHP-കാരാണ് നടത്തിയത്, ഇവൻ RSS അല്ല.
വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനിഷേധ്യ നേതാവ് പ്രവീൺ തൊഗാഡിയാണ്. ഇവർ ഇത് ആളി കത്തിക്കുകയും വലിയ പ്രശ്നമാക്കി. സാധാരണ ഈ കലാപങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഈ പട്ടണങ്ങളിലാണ് നടക്കുന്നത്. ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അത് വലിയ വിഷയമാകുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റും എല്ലാവരും വിചാരിച്ചു, ഇവരടക്കം വിചാരിച്ചു. മോഡി യഥാർത്ഥത്തിൽ ഇത് കലാപം അമർച്ച ചെയ്യാനാണ് ശ്രമിച്ചല്ല ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, ശ്രമിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പിടിക്കാൻ നിൽക്കില്ല, പോലീസുകാർ കേൾക്കില്ല, ആരും കേൾക്കില്ല. ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയിരുന്നു ഒന്നാമത്, ബിക്കോസ് ഓഫ് ദി ഗോത്ര ഇത്. അല്ലെ പിന്നെ അത്ര ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു ഭരണാധികാരി ആയിരിക്കണം. ഇത് ഒട്ടും കലാപം ഉണ്ടാവാണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെയൊന്നും തടയാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ ഈ ഗുജറാത്തൊക്കെ പറഞ്ഞാൽ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 69 കലാപത്തിൽ അവിടെ അഹമ്മദാബാദിൽ മാത്രമേ ഇതിൽ 2000 ആൾ മരിച്ചു. മനസ്സിലായില്ലേ? ഈ മൊത്തം ഇത്തവണത്തെ ഈ നിങ്ങൾ പറഞ്ഞ ഗുജറാത്തിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ അഹമ്മദാബാദിൽ മാത്രം മരിച്ചു. അതാണ് അതിൻ്റെ അവിടുത്തെ ഒരു സാഹചര്യം. അതാണ്. മാത്രമല്ല 84, 85 സ്ഥിരം ഇങ്ങനെയുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2002 ഇതുണ്ടാകുന്നത്. പക്ഷേ അന്ന് ഇയാളെ അവിടെ ആ ഗോവയിൽ നടന്ന മീറ്റിങ്ങിൽ പുള്ളിയെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞാൽ. പക്ഷെ അവിടെ പുള്ളിക്ക് ഒരു ലൈഫ് കൊടുത്തു. അതാണ് എൻ്റെ ടേൺ. അപ്പോൾ ഇയാളെന്താ ചോദിച്ചാൽ ഇത് മുഴുവനും പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ഈ കലാപം നടന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ കലാപം നടത്തിയത് പുള്ളിയെ പുറത്താക്കാനാണെങ്കിലും ഒരിക്കൽ പുള്ളി പുറത്താകാതെ വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുമ്പിൽ കയറിയുന്നുണ്ട്. ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ മറ്റേ ഇത് കാണിക്കണ പോലെ പുള്ളി ഫ്രണ്ടിൽ കയറിയുന്നുണ്ട്. ഇതിൻ്റെ നേതാവായി. അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ഹം 5 ഹമാര 50 എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ലിങ്ഡോക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവന, നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുക. അവിടെ നിന്നാണ് പുള്ളി പിടിച്ചു കയറി. അല്ലായിരുന്നെങ്കിൽ സുരേഷ് മേത്ത അല്ലെങ്കിൽ ചബിൽ ദാസ് മേത്ത എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വെറും ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ ആരും ഓർക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് പോയത്. ഈ BBC ഡോക്യുമെന്ററി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അല്ല, BBC ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ ഒരു സാധനം ചെയ്യുന്നു. അവർക്ക് എന്തോടെ ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞത് പുള്ളിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ല, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഉള്ളുകളി ഒരുപക്ഷെ അവർക്ക് ഗുജറാത്ത് പൊളിറ്റിക്സിൻ്റെ ഈ നൂലാമാലകൾ ഒരുപക്ഷെ ആളുകൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ലല്ലോ. യഥാർത്ഥ സംബന്ധിച്ച് പട്ടേൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇയാളുടെ ഡിസ്റ്റൻസ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പട്ടേൽമാർ പുള്ളിയെ തോൽപ്പിക്കാൻ നോക്കും. ഇയാൾ പക്ഷേ ഈ ഹിന്ദുത്വ കാർഡ് ഭീകരമായിട്ട് ഉപയോഗിച്ച് അതിനെയും മറികടക്കുകയാണ് ചെയ്തത്. അത് അതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സാണ്. ഇത്തവണ മാത്രമാണ് വീണ്ടും പട്ടേൽ കമ്മ്യൂണിറ്റി വീണ്ടും പുള്ളിയുടെ അടുത്തേക്ക് തിരിച്ചു. കാരണം കേശുഭായ് പട്ടേൽ മരിച്ചു, തൊഗാഡിയ തീരെ വയ്യാത്ത അവസ്ഥയിൽ. അങ്ങനെ പട്ടേൽമാരുടെ മറ്റേ ലീഡർഷിപ്പ് പോയി. പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനടക്കം ഹാർദിക് പട്ടേലടക്കം തിരിച്ച് ഇതിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഒരു പട്ടേലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കി. ഇനിയിപ്പോൾ പട്ടേൽമാർ പിടിച്ചാലും കിട്ടാത്ത ലെവലിലേക്ക് നരേന്ദ്രമോദി എത്തി. ഇതാണ് അതിനകത്തുള്ള സംഗതി. അപ്പോൾ അത് ചിലപ്പോൾ ഞാനീ പറഞ്ഞില്ല, ഇൻറ്റേർണൽ പൊളിറ്റിക്സ് BBCക്ക് അത്ര വിഷയമില്ല. അവർ നോക്കുമ്പോൾ കലാപം നടക്കും. പിന്നെ ഈ മുമ്പ് നടന്ന ഇപ്പോൾ ബഗൽപൂർ ലഹള അല്ലെങ്കിൽ അഹമ്മദാബാദ്, മൊറാദാബാദ് എന്നൊക്കെ പറഞ്ഞതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു വ്യത്യാസം ചെയ്ത് കംപ്ലീറ്റ് ടെലിവിഷൻ ചാനലിൽ കണ്ട ഒരു സംഭവമാണ്. ഇതാണ് ആദ്യമായിട്ട് ഈ ദൃശ്യമാധ്യമത്തിൽ പതിഞ്ഞ ലഹള എന്നുള്ളത്. അത് ഗുജറാത്തിൻ്റെ ഒരു പ്രത്യേകത. അതിന് മുമ്പ് ഒരിക്കലും അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാരിൽ പലരും കേരളത്തിലുള്ള പലരും താങ്കളുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതൊന്നും ശരിയല്ല. കോൺഗ്രസ് ഉപദേശം ചോദിക്കാറില്ല. പക്ഷെ പല ആൾക്കാരും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, പല പാർട്ടിക്കാരും വിളിക്കാറുണ്ട്. അതിൽ CPM-ൻ്റെ പല ആൾക്കാരും ഇപ്പോൾ മന്ത്രിമാരായിട്ടിരിക്കുന്ന ആൾക്കാർ ഒരു ഗിവൺ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകും. ഒരിക്കൽ KV തോമസ് ഇവിടെ മത്സരിക്കുമ്പോൾ പുള്ളി എന്നെ വിളിച്ചു, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ഞാൻ പറഞ്ഞു, തോമസ് മാഷ് ജയിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇയാളായിരുന്നു എതിർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. മാഷ് ജയിച്ചിരിക്കുകയാണ്, ഇനി പെട്ടി വെക്കേണ്ട ആവശ്യമുള്ളൂ. മാഷ് കണ്ടമാനം കാശൊന്നും ചിലവാക്കി കാശ് കളയണ്ട എന്ന് പറഞ്ഞു. അല്ല, കണ്ടമാനം കാശ് കളയരുത്, ജയിച്ചിരിക്കുകയാണ്, ഇനി കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പുള്ളി അത്ര എളുപ്പമാണോ? ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ചെറിയൊരു അപകടം മാത്രമേ അതിനകത്ത് ആകെ പറ്റിയുള്ളൂ. അപ്പോൾ പുള്ളി സീരിയസ് ആയി. അതെന്താണെന്ന് ചോദിച്ചു.
തോമസ് മാഷ് മാർക്സിസ്റ്റുകാർക്ക് കാശ് കൊടുത്തിട്ടാണ് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയത് എന്ന് വലിയൊരു സംസാരം ഈ CPM കാരുടെ ഇടയിലുണ്ട്. അത് ചിലപ്പോൾ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുള്ളി കുറേ ചിരിച്ചു. അങ്ങനെയൊക്കെ പലരും വിളിക്കാറുണ്ട്.